മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭാരതീയ സംസ്കാരം ചൈതന്യവത്തായ ആത്മീയതയുടെയും ഭൗതികതയുടെയും മനഃശാസ്ത്രത്തിൻ്റെയും സാമൂഹിക ശാസ്ത്രത്തിൻ്റെയും സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെയും എല്ലാം ഒരു സമ്മേളനമാണ്. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷങ്ങൾ, ധാർമ്മികമായൊരു ജീവിതം, അതുപോലെ ധാർമ്മികമായിട്ടുള്ള സമ്പത്ത് സ്വരൂപിക്കൽ, ധാർമ്മികമായി തന്നെ മനുഷ്യ മനസ്സുകളിലുള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കൽ, ധാർമ്മികമായ പന്ഥാവിലൂടെ തന്നെ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങളിൽ നിന്ന് മോക്ഷം നേടൽ, ഇങ്ങനെയുള്ള ഭാരതീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആചാരാധിഷ്ഠിതമായിട്ടുള്ള ജീവിതചര്യകൾ. ലോകത്തിലെ ഏത് വ്യക്തിക്കും, ഏത് സമൂഹത്തിനും, ഏത് രാഷ്ട്രത്തിനും അതിൻ്റേതായ അവരുടേതായ ആചാരങ്ങളുണ്ട്. ആചാരങ്ങൾ ഒരു രാഷ്ട്രത്തിൻ്റേത് അനുഷ്ഠിക്കുന്നത്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിലെ സമൂഹം അനുഷ്ഠിക്കുന്നത്, ഒരു രാഷ്ട്രത്തിലെ കുടുംബ ജനത അനുഷ്ഠിക്കുന്നത് എല്ലാ രാഷ്ട്രത്തിനും ഒരേപോലെ ബാധകമാകണമെന്നില്ല. ഒരു സമൂഹത്തിലെ ആചാരം മറ്റൊരു സമൂഹത്തിന് അതേപോലെ കോപ്പി ചെയ്യാൻ സാധിക്കണമെന്നില്ല. പലപ്പോഴും ആചാരങ്ങളെല്ലാം പ്രദർശനങ്ങളാവുകയാണ് ചെയ്യാറുള്ളത്. ഡെമോൺസ്ട്രേഷൻ. വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ, ഇന്ത്യൻ പ്രസിഡന്റ് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സെറിമോണിയൽ പരേഡിന് പോകുമ്പോൾ ആ പ്രസിഡന്റിൻ്റെ രണ്ട് വശത്തും രണ്ട് വ്യക്തികൾ പ്രത്യേക രീതിയിൽ നടക്കുന്നുണ്ടാവും. ഒരു കാല് മുമ്പോട്ട് വെച്ച് കുറച്ചു നേരം നിർത്തി, പിന്നെ ആ കാല് താഴെ വയ്ക്കുക, എന്നിട്ട് വലത്തേ കാല്, എന്നിട്ട് ഇടത്തേ കാല്. ഇത് യഥാർത്ഥത്തിൽ ഒരു ആചാരമാണ്. ഈ ആചാരം കൊണ്ട് എന്താ പ്രയോജനം? വലിയ പ്രയോജനമൊന്നുമില്ല. പക്ഷെ അത് മെക്കാനിക്കൽ ആണെങ്കിലും അത് അനുവർത്തിച്ചേ മതിയാവും. ഗവർണർ വരുമ്പോഴും അങ്ങനെ പ്രധാനമന്ത്രി വരുമ്പോഴും എല്ലാം കുറേ ആചാരങ്ങളുണ്ട്. ഇതെല്ലാം ഡെമോൺസ്ട്രേഷനാണ്, പ്രദർശനമാണ്. ഭാരതീയമായ ആചാരങ്ങൾ അടിമുടി പരിശോധിച്ചാൽ മനസ്സിലാക്കാം, ആ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന വ്യക്തികൾക്ക്, കുടുംബങ്ങൾക്ക്, സമൂഹങ്ങൾക്ക്, രാഷ്ട്രത്തിന് ഒന്നുകിൽ ആത്മീയമായ, അല്ലെങ്കിൽ സാമ്പത്തികമായ, മനഃശാസ്ത്രപരമായ, സാമൂഹികമായ, നരവംശാസ്ത്രപരമായ ഏതെല്ലാം തരത്തിൽ മനുഷ്യനെ ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെടുത്താൻ സാധിക്കുമോ അത്തരത്തിലുള്ള ബെനിഫിറ്റുകൾ ഈ ആചാരങ്ങളിലുണ്ട്. ആചാരം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത് എന്നാണ്. ചരിക്കുക, നടത്തുക. ആചാരം മുമ്പോട്ട് നയിക്കുക. ആചാര്യൻ മുമ്പോട്ട് നടത്തുന്ന ആള്, നമ്മളുടെ അറിവില്ലായ്മ മാറ്റുന്ന ആള്, അത് ഗുരുവാണ്. നമ്മളെ പഠിപ്പിക്കുന്ന ആള്, അതും ഗുരുവാണ്. ആചാര്യൻ നമ്മളെ കൈപിടിച്ച് മുമ്പോട്ട് നടത്തുന്ന മെന്റർ എന്നാ പറയാം. കാലം കുറേ കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കുളത്തിൽ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണെങ്കിൽ
കുറേ കഴിയുമ്പോൾ ആ വെള്ളം അഴുക്ക് വെള്ളമാവാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മൾ കുളമൊക്കെ വറ്റിച്ച് ക്ലീൻ ചെയ്യാറുള്ളത്. മഴക്കാലത്ത് പുതിയ വെള്ളം വരും, വേനൽക്കാലത്ത് വെള്ളം കുറച്ചുകൂടി കുറുകിയിട്ട് വൃത്തികേടാവും. അങ്ങനെ പുതിയ വെള്ളം വരണം, പഴയ വെള്ളം പോകണം. അതൊരു കുളത്തിനെ സംബന്ധിച്ചിടത്തോളവും ഒരു വൃക്ഷത്തിലെ ഇലകളെ സംബന്ധിച്ചിടത്തോളവും ഏത് ജീവിയുടെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളവും പഴമ കുറേ കാലം കഴിയുമ്പോൾ അത് സ്പോയിലാവാൻ തുടങ്ങും, ചീത്തയാവാൻ തുടങ്ങും. അത് മാറ്റിയിട്ട് പുതിയത് കൊണ്ടുവരണം. ആചാരങ്ങളുടെ കാര്യത്തിലും അത് തന്നെയാണ്. നന്മ നിറഞ്ഞ ആചാരങ്ങള് യഥാർത്ഥത്തിൽ അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ ആൻഡ് കറക്ഷൻസ് വരുത്തിയിട്ട് ഉള്ളതിനെയും കുറേ പുതിയതിനെയും ചേർക്കണം. പഴയത് കാലപ്പഴക്കം കൊണ്ട് നല്ല ആചാരങ്ങള് അനാവശ്യമായ ആചാരങ്ങളായി മാറും, അനാചാരങ്ങളായി മാറും. ഉദാഹരണമായിട്ട് അമ്പലത്തിൽ ഷർട്ട് ഇട്ടുകൊണ്ട് പോവരുത്. അമ്പലത്തിൽ ഷർട്ട് ഇട്ടുകൊണ്ട് പോകുന്നത് ഏറ്റവും നല്ലതല്ലേ? നമ്മുടെ ശരീരം മറ്റുള്ളവർ കാണാതെ, നമുക്ക് നമ്മുടെ ദുർഗന്ധം മറ്റുള്ളവർക്ക് വരാതെ, നമ്മുടെ ശരീരത്തിലെ വിയർപ്പ് മറ്റുള്ളവർ തൊടാതെ ഷർട്ട് ഇട്ടുകൊണ്ട് ക്ഷേത്രത്തിനകത്ത് കടന്നു കഴിഞ്ഞാൽ എന്താ കുഴപ്പം? ആ ചോദ്യത്തിന് ആർക്കും ഉത്തരം പറയാൻ പറ്റില്ല. പണ്ടുള്ളവർ ഷർട്ട് ഇട്ടിരുന്നില്ല, അതുകൊണ്ട് ഇന്നും ഷർട്ട് വേണ്ട എന്ന തെറ്റായ വ്യാഖ്യാനമാണ് അതിന് കൊടുക്കുക. പണ്ട് ഷർട്ട് തന്നെ ഉണ്ടായിരുന്നില്ല, പിന്നെ എങ്ങനെയാ പണ്ടുള്ളവർ ഷർട്ട് ഇടുന്നത് എന്ന് ചോദിച്ചാൽ അതൊന്നും നമുക്ക് അറിഞ്ഞൂടാന്ന് പറയും. അമ്പലങ്ങളിൽ ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും കയറ്റാൻ പാടില്ല, അതൊരു അനാചാരാണ്. എന്താ കാരണം? ഈ ലോകത്തിലെ ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകത്തിലും ഇന്ന വ്യക്തിയെ കയറ്റാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല, ഇന്ന രീതിയിലേ കയറാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? പഞ്ചശുദ്ധി വേണം, ശരീരശുദ്ധി വേണം, മനഃശുദ്ധി വേണം, വാക്ശുദ്ധി വേണം, ആഹാരശുദ്ധി വേണം, കർമ്മശുദ്ധി വേണം ക്ഷേത്രത്തിലേക്ക് പോകാൻ. അതിനെ നമ്മൾ അനാചാരമാക്കി മാറ്റി. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അമ്പലത്തിനകത്തേക്ക് കയറരുത് എന്ന അനാചാരമാക്കി മാറ്റി. അപ്പൊ ആചാരങ്ങള് അനാവശ്യമായി കാലം മാറുമ്പോൾ ചിലത് തീരും, അത് അനാചാരം. ചിലത് ദുരാചാരങ്ങളായി മാറും. ആലോചിച്ച് നോക്കാം. വേദമന്ത്രത്തില് മനുഷ്യനിലുള്ള അബദ്ധനൻ പുരുഷം പശും യജ്ഞേന യജ്ഞമയജന്ത ദേവാഹ താനി ധർമാണി പ്രഥമാന്യാസൻ തേഹനാഗം മഹീമാനസജന്ത യത്ര പൂർവേ സാധ്യാ സന്ധി ദേവാഹ. മനുഷ്യനിലുള്ള മൃഗീയ സ്വഭാവം. 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളിൽ ഒരു ജന്തുവാണ് മനുഷ്യൻ. ആ മനുഷ്യനിൽ സ്വാഭാവികമായിട്ടും ജന്തുജന്യമായ, മൃഗജന്യമായ അനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടാവും. ഇപ്പം മനുഷ്യനിലുള്ള മൃഗീയ സ്വഭാവത്തെ ബന്ധിച്ച് ദേവന്മാര്, അതായത് ഈ പ്രകൃതിയിലെ നല്ല ചൈതന്യമുള്ള ശക്തികള് ഹോമം ചെയ്തു. ആ സ്ഥാനത്ത് താനി ധർമാണി പ്രഥമാന്യാസൻ, ആ മൃഗീയ വാസനകളെ മാറ്റിയിട്ട് ധാർമ്മിക ബോധം മനുഷ്യ മനസ്സുകളിൽ നൽകി എന്ന വേദത്തിലെ മന്ത്രത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് മൃഗീയ സ്വഭാവത്തെ ഹോമം ചെയ്തു എന്നുള്ളതിന് മൃഗത്തെ ഹോമം ചെയ്തു എന്നാക്കി. അങ്ങനെ പശുവിനെ ഹോമിക്കുക എന്നുള്ള ദുരാചാരമുണ്ടായി. പിന്നെ സദാചാരങ്ങൾ ഇപ്പോഴും ഇഷ്ടം മാതിരിയുണ്ട്. നമുക്കതിൻ്റെ അർത്ഥവും വ്യാപ്തിയും അറിഞ്ഞുകൂടെങ്കിലും ഭാരതീയമായ ആചാരങ്ങളെ 3 ആയിട്ട് അങ്ങോട്ട് തിരിച്ചാൽ അത് ഏറ്റവും കൂടുതൽ സദാചാരങ്ങളാണ്. എന്താ സദാചാരങ്ങൾ എന്ന് പറയുന്നത്? മനസ്സിന്, ശരീരത്തിന്, കുടുംബത്തിന്, സമൂഹത്തിന്, രാഷ്ട്രത്തിന്, സർവചരാചരങ്ങൾക്കും, മാനവരാശി ഉൾപ്പെടെയുള്ള ചരാചരങ്ങൾക്ക് നന്മ വരുത്തുന്ന, സസ്റ്റൈനബിൾ ആൻഡ് പെർമനന്റ് നന്മ വരുത്തുന്ന ആചാരങ്ങളെയാണ് സദാചാരങ്ങൾ എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ആവശ്യമില്ലാത്ത ആചാരങ്ങൾ അനാചാരങ്ങൾ, ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കുന്ന ആചാരങ്ങൾ ദുരാചാരങ്ങൾ. അപ്പൊ ആചാരങ്ങള് സദാചാരങ്ങളാവണം എന്നുള്ളത് നിർബന്ധമാണ്. ഈ ആചാരങ്ങൾക്ക് അർത്ഥവും വ്യാപ്തിയും ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ്.
അർത്ഥവും വ്യാപ്തിയും ഇല്ലാത്ത ആചാരങ്ങൾ നന്മ നിറഞ്ഞതല്ല എങ്കിൽ അതിനെ നന്മ നിറഞ്ഞതാക്കണമെന്നുള്ളത് നിർബന്ധമാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് അമ്പലത്തിലെ വെടിക്കെട്ട് 2-3 തരത്തിൽ നെഗറ്റീവാണ്. അന്തരീക്ഷ മലിനീകരണം, ശബ്ദ മലിനീകരണം, സമ്പത്തിൻ്റെ വ്യയം, അനാവശ്യമായ ദൂർത്തടിക്കല്, ആനകള് ഏറ്റവും വലിയ ദുരാചാരമാണ്. ഒരു ഈശ്വരനും പറഞ്ഞിട്ടില്ല എനിക്ക് ആനപ്പുറത്ത് കയറണം എന്നാണ്. അതുപോലെ തന്നെ വിഭവ സമൃദ്ധമായ സദ്യ കൊടുക്കേണ്ട സ്ഥലമല്ല അമ്പലം. അങ്ങനെയുള്ള ദുരാചാരങ്ങളുണ്ട്. അതെല്ലാം നമ്മുടെ നാട്ടിലുണ്ടായ ആചാരങ്ങൾ അനാചാരങ്ങളായും ദുരാചാരങ്ങളായും മാറുന്ന ഒന്നാണ്. ഇതുപോലെ ചില ദുരാചാരങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്, വിദേശത്ത് നിന്ന് വരുന്നുണ്ട്. അതിൽ ഏറ്റവും വലുതെന്ന് എനിക്ക് തോന്നുന്ന ഒരു ദുരാചാരം കേക്ക് മുറിക്കുക. ഈ കേക്ക് മുറിക്കുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? എങ്ങനെയാ അത് ഉണ്ടായത്? അവസാനത്തെ അത്താഴത്തില് യേശുക്രിസ്തു അപ്പം മുറിച്ച് 12 ശിഷ്യന്മാർക്ക് വീതിച്ചു കൊടുത്തതിൻ്റെ പ്രതീകമായിട്ടാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു ദുരാചാരമാണ്. അപ്പം കൊടുത്തതല്ല ദുരാചാരം, അത് എൻ്റെ ശരീരമാണ്, അത് നിങ്ങൾ കഴിക്കണമെന്ന് പറഞ്ഞ ആ വീക്ഷണമാണ് ദുരാചാരം. എൻ്റെ വീട്ടിൽ കുറച്ച് ലഡു ഉണ്ടെങ്കിൽ അത് പൊട്ടിച്ച് അവിടെയുള്ള 12 പേർക്ക് ഞാൻ ലഡു കൊടുക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല, വളരെ നല്ലതാണ്. ഷെയറിങ്, കെയറിങ് ആൻഡ് ക്യൂറിങ്. പക്ഷെ ലഡു എൻ്റെ ശരീരമാണ്, അത് നിങ്ങൾ തിന്നണമെന്ന് പറയുന്ന വീക്ഷണം ഏറ്റവും വലിയൊരു ദുരാചാരമാണ്. ഈ ജന്മദിനത്തിന് കേക്ക് മുറിക്കുന്നത് ഏത് വീക്ഷണത്തോടു കൂടിയാണെന്ന് ആർക്കും ഒരു പിടുത്തവും ഇല്ല. അതിൻ്റെ അർത്ഥം എന്താണ് അതും ആർക്കും അറിഞ്ഞൂടാ. അങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് അതും അറിഞ്ഞൂടാ. അതിനേക്കാൾ അതിൻ്റെ കൂട്ടത്തിലുള്ള ഏറ്റവും വലിയൊരു ദുരാചാരം കുറേ മെഴുകുതിരി കത്തിച്ച് വെച്ച് അത് ഊതിക്കെടുത്തുക. നമ്മൾ തമസോമ ജ്യോതിർഗമയ എന്ന് പ്രാർത്ഥിക്കുക, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് പ്രാർത്ഥിക്കുക. സാധാരണ ഏത് കർമ്മം ചെയ്യുമ്പോഴും വിളക്ക് കത്തിച്ചിട്ടാണ് ചെയ്യാറ്. നമ്മൾ ആ വിളക്ക് കത്തിക്കുന്ന ഒരു മന്ത്രവും കൂടിയുണ്ട്. ജ്യോതിഷ് ശുക്ലശ്ച തേജശ്ച ദേവാനാം സതതം പ്രിയ പ്രഭാകരോ മഹാതേജോ ദീപോയം പ്രതിഗ്രഹ്യത. സർവചരാചരങ്ങൾക്ക് പ്രകാശം തരുന്ന സൂര്യദേവ, അങ്ങക്ക് ഞാനിതാ വിളക്ക് വെക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വിളക്ക് വെക്കാറുള്ളത്. ആ വിളക്കിനെ ഊതിക്കെടുത്ത ഏറ്റവും വലിയ ദുരാചാരമാണ്. 2 കാരണം കൊണ്ടാണ്. ഒന്ന്, പ്രകാശത്തെ ഇല്ലാതെയാക്കുന്ന ദുരാചാരം. 2, ഊതിക്കെടുത്തുമ്പോൾ പുറത്തേക്ക് വരുന്ന പുകയിലുള്ള അക്രോലീൻ എന്ന കോമ്പൗണ്ട് ക്യാൻസർ ഉണ്ടാക്കുന്ന കോമ്പൗണ്ടാണ്. അപ്പൊ യഥാർത്ഥത്തിൽ അത് മെഴുകുതിരിയാണെങ്കിൽ ക്യാൻസർ ഉണ്ടാക്കുമെന്ന് മലേഷ്യയിൽ നടന്നിരിക്കുന്ന ഗവേഷണം വളരെ വ്യക്തമായിട്ട് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ജന്മദിനത്തിന് കേക്ക് മുറിക്കുക, അർത്ഥവും വ്യാപ്തിയും ഇല്ലാത്ത ഒന്ന്. അതിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന മെഴുകുതിരി ഊതിക്കെടുത്തുക, അത് വലിയ ദുരാചാരം. നമ്മൾ പള്ളിയിലോ അമ്പലത്തിലോ ദൈവത്തിൻ്റെ ശരീരമാണെന്ന് പറഞ്ഞ് അപ്പം തിന്നുക. എങ്ങനെയാ ഈശ്വരന്റെ ശരീരം തിന്നുക? ഈശ്വരന്റെ പ്രസാദമാണെന്ന് പറഞ്ഞ് കഴിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. തേന തെക്തേന ഭുഞ്ചീതാമാകൃത കസ്യ സിദ്ധനം. പ്രകൃതിയുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന രീതിയിൽ. ഇപ്പൊ ദൈവത്തിൻ്റെ ശരീരമാണെന്ന് പറഞ്ഞ് യേശുക്രിസ്തു ശിഷ്യന്മാരിൽ ഒരാൾ തന്നെ വഞ്ചിച്ചപ്പോ, 30 വെള്ളിക്കാശിന് വഞ്ചിച്ചപ്പോ, എന്നെ നിങ്ങൾ ഒറ്റിക്കൊടുത്തു എന്ന വേദനയോടുകൂടി ചെയ്തതാണ്. അത് 2000 വർഷമായിട്ട് കണ്ണു അടച്ചുകൊണ്ട് ഈ യേശുക്രിസ്തുവിൻ്റെ ശരീരം തിന്നുക, ശ്രീകൃഷ്ണന്റെ ശരീരം തിന്നുക, ശ്രീരാമന്റെ ശരീരം തിന്നുക ദുരാചാരാണെന്ന് തോന്നണില്ലേ? ആ ഇസ്രായേലിൽ നിലനിന്നിരുന്ന ഒരു ചടങ്ങാണ് പള്ളിയുടെ പേരിൽ വീഞ്ഞു കുടിക്കുക. അതൊരു മദ്യം തന്നെയാണ്. അത് ഇന്ത്യൻ സംസ്കാരത്തിന് ആത്മീയതയുടെ പേരിൽ മദ്യം കുടിക്കുക അല്ലെങ്കിൽ വീഞ്ഞു കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും യേശുക്രിസ്തുവിൻ്റെ രക്തം എന്ന പേരിൽ കുടിക്കുക. എന്തൊരു ദുരാചാരമാണ്! നമ്മൾ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ്റെ പ്രതീകാത്മകമായിട്ടാണെങ്കിൽ പോലും രക്തം കുടിക്കുക. നമ്മൾ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ്റെ പ്രതീകാത്മകമായിട്ട് പോലും ശരീരം തിന്നുക. നമ്മൾ ആരാധിക്കുന്ന ആ നല്ല ചടങ്ങിൽ വിളക്ക് ഊതിക്കെടുത്തുക. എന്നിട്ട്
നമ്മൾ അതെല്ലാം നന്മ നിറഞ്ഞതാണെന്ന് വ്യാഖ്യാനിക്കുക. നമ്മൾ ആരാധിക്കുന്ന ഒരു വ്യക്തി, നിങ്ങൾക്കറിയാം, ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധി ഗുരു. 7 നദികളുടെ പേരാ പറഞ്ഞിരിക്കുന്നത്. ഈ 7 നദിയില് സരയൂ നദിയില്ല. സരയൂ നദിയിൽ ഇന്നും സരയൂ നദിയില് പോർട്ടബിൾ വെള്ളമാണ്, സ്വീറ്റ് വാട്ടറാണ്, നല്ല വെള്ളമാണ് സരയൂ നദിയിലുള്ളത്. കൈലാസത്തിലേക്ക് പോകുമ്പോൾ സരയൂ നദിയിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കാറുണ്ട്. പക്ഷെ ഈ 7 പുണ്യനദികളുടെ കൂട്ടത്തിൽ സരയൂ നദി ഇല്ലാതിരിക്കാൻ കാരണം എന്താണ്? ശ്രീരാമൻ അതിലാണ് ദേഹത്യാഗം ചെയ്തത്. അതുകൊണ്ട് ഒരു നദിയുടെ പവിത്രത സാങ്കല്പികമായിട്ടാണെങ്കിൽ പോലും ഇല്ല എന്ന് നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിച്ചു. അതായത് പവിത്രനായ ശ്രീരാമൻ ദേഹത്യാഗം ചെയ്ത നദി പവിത്രമല്ല. അതുപോലെ ദൈവപുത്രനായ യേശുക്രിസ്തു, ആ യേശുക്രിസ്തുവിനെ ആണിയടിച്ച സാധനമാണ് കുരിശ്. ആ കുരിശിനെയാണ് പൂജിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് യുക്തി അതിനകത്തുള്ളത്? അത് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന ആ തോക്ക് പൂജിക്കുന്നതിന് തുല്യമല്ലേ? ഇത് ഞാൻ പറയാൻ കാരണം, ആയിരക്കണക്കിന് 10,000-കണക്കിന് ഹിന്ദുക്കളെ കൊണ്ട് ഈ കുരിശ് ക്രിസ്ത്യാനികൾ ഇടിക്കാറുണ്ട്. ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അവരുടെ സ്വാതന്ത്ര്യം. പക്ഷെ ഹൈന്ദവ ജനതയുടെ കഴുത്തില് യേശുക്രിസ്തുവിനെ ആണിയടിച്ച കുരിശ് ഇടിക്കുക. അതിനേക്കാളും വലിയ ദുരാചാരമാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് കുരിശില് മരിക്കാത്ത യേശുക്രിസ്തു മരിച്ചു എന്നും അത് നിങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചതെന്നുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാം. ഏറ്റവും വലിയ ദുരാചാരം. ആരെങ്കിലും ഒരാൾ മരിച്ചാല് അയാൾ എനിക്ക് വേണ്ടിയാ മരിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെതിരെ കേസെടുക്കേണ്ടതാ. തനിക്ക് വേണ്ടി എന്തുകൊണ്ടാണ് അയാൾ മരിച്ചത് എന്നുള്ളത്. നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് വേറൊരാൾ മരിച്ചു എന്ന അന്ധവിശ്വാസം ഉണ്ടാക്കിയിട്ട് അയാളെ പൂജിതനാക്കുക, അത് ഏറ്റവും വലിയൊരു തെറ്റാണ്. മരിക്കാത്ത ആളെ മരിച്ചു എന്ന് പറയുക. ഒരു മതം തന്നെ മറ്റുള്ളവരെ മതപരിവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാം. അത് മാത്രമല്ല, ആ മരിക്കാത്ത മനുഷ്യൻ അതിനുശേഷം സ്വർഗത്തിലേക്ക് പോയി എന്ന് പറയാം. അദ്ദേഹം ഇന്ത്യയിൽ വന്ന് 82 വയസ്സ് വരെ ജീവിച്ച ആളാണ്. അതിനേക്കാളും വലിയ ദുരാചാരമാണ്. ഇനി വേറൊരു ദുരാചാരമുണ്ട്, അതാണ് സഹിക്കാനേ പറ്റാത്തത്. ഇന്ത്യയിൽ ആരെങ്കിലും ഒരാള് കുറേ പേരെ മതപരിവർത്തനം നടത്തിയാല് ഇസ്രായേലിലുള്ള പോപ്പാണ് ഇന്ത്യക്കാരനെ പുണ്യവാളനായിട്ട് ഡിക്ലെയർ ചെയ്യുക. അതെങ്ങനെയാ ഒരു മനുഷ്യനെ വേറൊരു മനുഷ്യനെ പുണ്യവാളനായിട്ട് ഡിക്ലെയർ ചെയ്ത് അയാളുടെ പേരിൽ പള്ളി ഉണ്ടാക്കാൻ സാധിക്കുക? ശ്രീകൃഷ്ണന്റെ അമ്മ ദേവകിയാണ്. ശ്രീകൃഷ്ണനെ പൂജിക്കാറുണ്ട്, ദേവകിക്ക് അമ്പലം ഉണ്ടാക്കാറില്ല. അമ്മയായതുകൊണ്ട് തന്നെത്താനെ നന്മ നിറഞ്ഞ വ്യക്തിയാവും, പക്ഷേ ഈശ്വരീയമായ ലെവലിലേക്ക് ഉയരണില്ല. സെന്റ് മേരി എന്താ ചെയ്തത്? സെന്റ് ജോസഫ് യേശുക്രിസ്തുവിന്റെ അച്ഛനല്ല, ഞാനല്ല യേശുക്രിസ്തുവിന്റെ ജന്മത്തിന് കാരണം എന്ന് ജോസഫ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനെ വിശുദ്ധനാക്കുക. ഞാൻ എന്നും പറയാറുണ്ട്, ഗോവയിൽ 10,000-40,000 ഹിന്ദുക്കളെ വധിച്ച മതപരിവർത്തനത്തിന് വിസമ്മതിച്ച പോർച്ചുഗീസുകാരനായ ഈ മിഷണറിയുടെ ശവശരീരം ഇന്നും പോലീസ് കാവലില് ഗോവയിൽ വെച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ മതപരിവർത്തനത്തിന് വേണ്ടി ശ്രമിച്ചു എന്ന കാരണത്താല് ഇസ്രായേലിലുള്ള വത്തിക്കാനിലുള്ള ആ പോപ്പ്, വത്തിക്കാനിലുള്ള പോപ്പ് ഇയാളെ വിശുദ്ധനാക്കിയിട്ട് അംഗീകരിച്ച് ഈ മനുഷ്യനെ നിങ്ങൾ പൂജിക്കണമെന്ന് തീരുമാനിക്കുക. ഒരു ഗുരു ശിഷ്യനെ ഗുരുവിൻ്റെ സ്ഥാനത്ത് ഗുരുവിൻ്റെ കാലം കഴിയുമ്പോൾ അവരോധിക്കുക എന്നുള്ളത് ഭാരതീയ പൈതൃകമാണ്. പക്ഷേ ആരെങ്കിലും മറ്റേ ആരെങ്കിലും പുണ്യാത്മാവായിട്ട് ഡിക്ലെയർ ചെയ്യുന്ന പരിപാടി ഭാരതീയ സംസ്കാരത്തിന് ചേർന്നതല്ല. യേശുദേവനെ കൊന്ന ആ കുരിശ് പൂജിക്കുന്നത് ഭാരതീയ സംസ്കാരത്തിന് ചേർന്നതല്ല. യേശുക്രിസ്തുവിന്റെ രക്തം കുടിക്കുന്നത് ഭാരതീയ സംസ്കാരത്തിന് കടകവിരുദ്ധമാണ്.
യേശുക്രിസ്തുവിൻ്റെ ചോര കുടിക്കുന്നത് അത് നിന്ദ്യവും നീചവുമാണ്. എനിക്ക് വേണ്ടിയാണ് വേറൊരാൾ മരിച്ചത് എന്ന് പറഞ്ഞ് ഭാരതീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ആൻഡമാനിലെ തടവറകളില് സെല്ലുലാർ ജയിലിൽ കിടന്ന ഒത്തിരി പേര് അവിടെ തൂക്കുകയറിൽ അവരെ വധിക്കപ്പെട്ടു. ആ തൂക്കുകയറൊക്കെ പൂജിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ആ തൂക്കുകയറിലൊക്കെ മാലയിട്ട് അതിൽ വിളക്ക് കത്തിച്ച് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ലാതെ. അപ്പോ മതപരിവർത്തനത്തിന് സഹായിച്ചു എന്ന പേരില് ക്രിസ്തുമതം പ്രചരിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചപ്പോൾ ചിലപ്പോൾ നാട്ടുകാർ പ്രതിഷേധിച്ച് വധിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികളെ എല്ലാവരെയും വത്തിക്കാനിലെ പോപ്പ് പുണ്യവാളനായിട്ട് അങ്ങോട്ട് പ്രഖ്യാപിക്കുക. അങ്ങേര് പ്രഖ്യാപിച്ചതോടുകൂടി മരിച്ച വ്യക്തി പുണ്യവാളനായി തീരുക. എങ്ങനെയാ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ പുണ്യവാളനായിട്ട് ഡിക്ലെയർ ചെയ്തതിന് ശേഷം അണികൾ മുഴുവനും അയാളെ അന്നു മുതൽക്ക് പൂജിക്കാൻ തുടങ്ങുക? മനുഷ്യന് മറ്റൊരു മനുഷ്യനെ പുണ്യവാളനായിട്ട്, ഒരു ബന്ധമില്ലാത്ത മനുഷ്യരാണ്. ശിഷ്യനെ ഗുരു ഉയർത്തുന്നത് മനസ്സിലാക്കാം. ആചാര്യന്മാര് ശിഷ്യനെ ആചാര്യ സ്ഥാനം കൊടുക്കുന്നു തനിക്ക് വയ്യാണ്ടാവുമ്പോൾ. അല്ലെങ്കിൽ ലോകത്തിലെ ചൈനയിലും ഇന്ത്യയിലും ഉള്ള ഭരണങ്ങാനത്തെ അൽഫോൺസാമ്മയൊക്കെ, ആ അൽഫോൺസാമ്മയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പോപ്പാണ് പുണ്യവാളത്തിയായിട്ട് ഡിക്ലെയർ ചെയ്തത്. എന്നിട്ട് അവരെ അങ്ങോട്ട് പൂജിക്കുക. എൻ്റെ പാപം നിങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി യേശുക്രിസ്തുവിനോടോ യഹോവയോടോ പ്രാർത്ഥിക്കാൻ ഇവർ മധ്യസ്ഥനാവാം. ഭാരതീയ സംസ്കാരത്തിന് അടിമുടി എതിരാ. എനിക്ക് വേണ്ടി വേറൊരാൾ മധ്യസ്ഥനാവാം. അതൊക്കെ റിയൽ എസ്റ്റേറ്റിൽ നടക്കുന്ന കാര്യമാണ്. കച്ചവടത്തിലും വിവാഹത്തിനും ഒക്കെ മധ്യസ്ഥനാവാൻ പോവാറുണ്ട്. പക്ഷേ ഈശ്വരനോട് സംസാരിക്കൽ നേരിട്ടാ പതിവ്. പൂജാരി നിങ്ങളുടെ പേരിൽ അർച്ചന നടത്തുന്നു എന്നേ ഉള്ളൂ ശുദ്ധമായിട്ട്. പൂജാരി മീഡിയേറ്റർ അല്ല. മധ്യസ്ഥ തിരുനാളൊന്നും പൂജാരിയുടെ റോളൊന്നും ഇല്ല. അപ്പം നമ്മുടെ സംസ്കാരത്തിന് ഒരു തരത്തിലും യോജിക്കാത്ത കുറേ എണ്ണം പറ്റിച്ച് മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാക്കുന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഈ വാലന്റൈൻസ് ഡേ എന്ന് പറയുന്നത്. ആരാ വാലന്റൈൻ അറിയോ? നിങ്ങൾ വിക്കിപീഡിയ നോക്കിയാൽ അല്ലെങ്കിൽ ഇന്റർനെറ്റ് സെർച്ച് നടത്തിയാൽ അനവധി വാലന്റൈന്മാരെ കാണാം. അതിൽ ഒരു വാലന്റൈൻ മാത്രമാണ് പ്രേമവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആള്. ഏതാണ്ട് AD 2-ാം നൂറ്റാണ്ടിലോ 3-ാം നൂറ്റാണ്ടിലോ എന്ന് പറയപ്പെടുന്നു. കൃത്യമായിട്ട് ആർക്കും അറിഞ്ഞൂടാ. ഒരു വാലന്റൈൻ ഉണ്ടായിരുന്നു. ആ വാലന്റൈൻ്റെ പ്രധാന ജോലി എന്താണ്? ശരിക്ക് പെണ്ണുങ്ങളെ ആണുങ്ങൾക്ക് ഒറ്റിക്കൊടുക്കല്. പ്രത്യേകിച്ച് ആ പ്രദേശത്ത് നടന്ന യുദ്ധങ്ങളില് പട്ടാളക്കാർക്ക് പ്രേമാഭ്യർത്ഥനയുമായിട്ട് പെണ്ണുങ്ങളെ അയക്കാം. ശരിക്കും വായിച്ചു നോക്കിയാൽ അറിയാം വാലന്റൈൻ എന്താ ചെയ്തിരിക്കുന്നതെന്ന്. ശരിക്കും സ്ത്രീകളെ ഒറ്റിക്കൊടുക്കുന്ന പ്രേമവുമായി ബന്ധപ്പെട്ട ഒരു വാലന്റൈനേ ഉള്ളൂ. അത് സ്ത്രീകളെ ഒറ്റിക്കൊടുക്കാം. ഇയാളും ഒത്തിരി സ്ത്രീകളെ പ്രേമിച്ചിട്ടുണ്ട്. ഒത്തിരി സ്ത്രീകൾക്ക് ഇയാൾ പ്രേമലേഖനം അയച്ചിട്ടുണ്ട്. അങ്ങനെ പ്രേമത്തിൻ്റെ മൂർത്തിമത് ഭാവം എന്ന് പാശ്ചാത്യ വീക്ഷണത്തിലെ പ്രേമം, ഭാരതീയ വീക്ഷണത്തിലെ പ്രേമം അല്ല. പാശ്ചാത്യ വീക്ഷണത്തിലെ പ്രേമത്തിന് എന്താ പറയാ? ലവ് എന്നാ പറയാ. ലവ് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ സെക്സാണ്. ഭാരതത്തിലെ പ്രേമവും സ്നേഹവും രണ്ടാ. ഐ ലവ് ദി ഗോഡ് എന്ന് പറയാറില്ല ഭാരതത്തില്. നമുക്ക് ഈശ്വര പ്രേമം എന്നുള്ള വാക്കല്ല, ഈശ്വര ഭക്തി എന്നുള്ള വാക്കാണ്. അതായത് ഡിവോഷനാണ് നമുക്കുള്ളത്, ലവ് അല്ല. ഐ ലവ് മൈ കൺട്രി എന്ന പ്രയോഗം തെറ്റാ. ദേശപ്രേമം എന്നുള്ള അടുത്ത കാലത്ത് വന്ന വാക്കാ. ദേശഭക്തിയാണ് നമുക്കുള്ളത്. ഡിവോഷൻ, ഡെഡിക്കേഷൻ, സിൻസിയറിറ്റി. അപ്പൊ ഈ പ്രേമം എന്ന ലവ് എന്ന പാശ്ചാത്യ വാക്കിന്റെ അർത്ഥം തന്നെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. യൂസ് കോണ്ടംസ് ബിഫോർ ലവ് മേക്കിംഗ്. നിരോധ് പോലെയുള്ള കോണ്ടംസ് ലവ് മേക്കിങ്ങിന് മുമ്പ് ഉപയോഗിക്കണം. അവിടുത്തെ ലവ് എന്ന് പറഞ്ഞാൽ സെക്സ് മാത്രമാണ്. യൂണിവേഴ്സിറ്റികളിലൊക്കെ കോണ്ടംസ് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. $1 കൊടുത്തു കഴിഞ്ഞാൽ ചിലതിൽ കിട്ടും, ചിലപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടും. യൂണിവേഴ്സിറ്റികളിൽ അതുണ്ട്. കാരണം അവിടെ ലവ് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ സെക്സാണ്. ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഐ ലവ് യു, കാമുകൻ
കാമുകി, കാമത്തെ പൂർത്തീകരിക്കുന്നവൻ കാമുകൻ, കാമവുമായി ബന്ധപ്പെട്ടവൾ കാമുകി. അങ്ങനെയാണ് കാമം തന്നെയുള്ള വാക്കാണ്. അപ്പൊ അങ്ങനെയുള്ള വാലന്റൈൻ അവസാനത്തില് രാജാവിന്റെ മകളെ തന്നെ കയറി പ്രേമിച്ചു, കത്ത് കൊടുത്തു. അത് രാജാവ് അറിഞ്ഞ് ആ രാജാവ് ഇയാളെ കൊന്നു. അപ്പൊ പ്രേമത്തിന്റെ മൂർത്തിമത് ഭാവം എന്ന് പറയുന്ന ഈ വാലന്റൈൻ ചെയ്ത കൊള്ളരുതായ്മ, ക്രൂരതയല്ല, കയ്യിരിപ്പ് ശരിയില്ലായ്മ. രാജാവിന്റെ മകൾക്ക് തന്നെ പ്രേമത്തിന്റെ പേരിൽ കത്ത് കൊടുത്ത് ആയിരക്കണക്കിന് സ്ത്രീകളെ ഒറ്റിക്കൊടുത്ത ആ വാലന്റൈനെ രാജാവ് കൊന്ന ദിവസമാണ് വാലന്റൈൻസ് ഡേ. ഇതൊന്നും അല്ല എന്ന് പറഞ്ഞ് ധാരാളം ക്രിസ്ത്യാനികൾ വാദിക്കാറുണ്ട്. പക്ഷേ വാലന്റൈൻ്റെ ചരിത്രം ഇതാണ്. ആ വാലന്റൈൻ്റെ ഡേ അല്ല വാലന്റൈൻസ് ഡേ ഫെബ്രുവരി 2ാമത്തെ ആഴ്ചയിൽ വരുന്നത്. ആ വാലന്റൈൻ അല്ല. മറ്റൊരു വാലന്റൈനും പ്രേമവുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്തിട്ടില്ല. വാലന്റൈൻ എന്ന പേര് ഇഷ്ടംമാതിരി പേർക്കാണ്. എത്രയോ പേർക്ക് വാസുദേവൻ എന്ന പേരുണ്ടാവും, ജോസഫ് എന്ന പേരുണ്ടാവും, തോമസ് എന്ന പേരുണ്ടാവും, അബ്ദുൾ റഹ്മാൻ എന്ന പേരുണ്ടാവും. എത്രയോ പേർക്ക് മാത്യു എന്നുള്ള പേരുണ്ടാവും, എത്രയോ പേർക്ക് റഹ്മാൻ എന്ന പേരുണ്ടാവും, കൃഷ്ണൻ എന്നും രാമൻ എന്നും എത്രയോ പേർക്ക് പേരുണ്ടാവും. പക്ഷെ പ്രേമവുമായി ബന്ധപ്പെട്ട ഒരു വാലന്റൈൻ, എത്രയോ വാലന്റൈന്മാരുണ്ടെങ്കിലും പ്രേമവുമായി ബന്ധപ്പെട്ട ഇതുപോലെ കയ്യിലിരിപ്പ് ശരിയല്ലാത്ത ഒരു വാലന്റൈനേ ഉള്ളൂ. ആ വാലന്റൈൻ പട്ടാളക്കാർക്കും മറ്റുള്ളവർക്കും സ്ത്രീകളെ ഒറ്റിക്കൊടുത്ത ആളാണ്. ആ വാലന്റൈനാണ് ഈ പ്രേമത്തിന്റെ പേരിൽ രാജാവിന്റെ മകൾക്ക് കത്തെഴുതിയത്. ആ വാലന്റൈനെയാണ് വാലന്റൈൻസ് ഡേയില് ഫെബ്രുവരിയിൽ 14 16 ആണെന്ന് തോന്നുന്നു ഈ രാജാവ് കൊന്നത്. അപ്പൊ പ്രേമത്തിന്റെ മൂർത്തിമത് ഭാവമായിട്ടുള്ള ആ വാലന്റൈൻസ് ഡേ ഇന്ന് കേരളത്തിലും ഭാരതത്തിലും ഭാര്യാഭർത്താക്കന്മാര് ആഘോഷിക്കുന്നു. മാതൃഭൂമിയിൽ വാലന്റൈൻസ് ഡേയിൽ ആശംസകൾ പോലും കൊടുക്കുന്നു. അതാണ് എനിക്ക് അത്ഭുതം തോന്നിയത്. എന്താ വാലന്റൈൻസ് ഡേ എന്നറിയാതെ അനാചാരമല്ല, അത് ദുരാചാരമാക്കി ഇന്ത്യക്കാര് ജീവിതത്തിൽ പകർത്തുന്നു. ആരുടെയൊക്കെയോ കുടിലമായ ലക്ഷ്യം ഇതിന്റെ പുറകിലുണ്ട്. ഒരു സെയിന്റ് വാലന്റൈൻ്റെ ആയതുകൊണ്ട് അതിന്റെ പുറകിൽ ആരാണെന്ന് മനസ്സിലാക്കാനും വലിയ വിഷമോ ഇല്ല. അപ്പൊ ഈ വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞ് നടത്തുന്ന പേക്കൂത്ത്, അതുപോലെ സെക്ഷുവൽ ആയിട്ടുള്ള ഡെമോൺസ്ട്രേഷൻ, പ്രേമത്തിന്റെ ഡെമോൺസ്ട്രേഷൻ, അവനവന്റെ പെൺമക്കളിലും ആൺമക്കളിലും കൺട്രോൾ ഇല്ലാത്ത അമ്മമാർക്ക് ഈ വാലന്റൈൻസ് ഡേ ഒരു ഭീകര സ്വപ്നമായിരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. തൻ്റെ മകള് വാലന്റൈൻസ് ഡേയിൽ ആരുടെ കൂട്ടത്തിലാണ് പോകുന്നതെന്ന് അറിഞ്ഞൂടാ, തൻ്റെ മകൻ ആരുടെ കൂട്ടത്തിലാണ് പോകുന്നതെന്ന് അറിഞ്ഞൂടാ. ഈ ജസ്മി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കന്യാസ്ത്രീ, ആ കന്യാസ്ത്രീ പദവി ഇട്ടെറിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോ അവരുടെ പുസ്തകത്തിൽ എഴുതിയത് ഞാൻ ഇന്നലെ വായിച്ചു. 1-2 കന്യാസ്ത്രീകളുടെ ഗർഭപാത്രം മാറ്റി എന്നറിഞ്ഞപ്പോ മദർ സുപ്പീരിയർ പറഞ്ഞു ഇപ്പൊ സമാധാനമായി എന്ന്. ജസ്മി എഴുതിയിരിക്കുന്ന പുസ്തകത്തിലാണ്. ആമേൻ എന്നാണ് പുസ്തകത്തിന്റെ പേരെന്ന് തോന്നുന്നു. കന്യാസ്ത്രീകളുടെ ഗർഭപാത്രം മാറ്റി എന്നറിഞ്ഞപ്പോ മദർ സുപ്പീരിയർ സമാധാനായി എന്ന് പറയണമെങ്കിൽ അത് തന്നെയാ പലപ്പോഴും നമുക്ക് നിയന്ത്രണമില്ലാത്ത ഒരു കാലഘട്ടത്തില് നമ്മളുടെ മക്കള്, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഈ വാലന്റൈൻസ് ഡേയിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായത്തരത്തിന്റെ പരിണത ഫലം അഡ്വർടൈസ്മെന്റില് വാലന്റൈൻസ് ഡേയുടെ ആശംസകളോ കൺഗ്രാജുലേഷനോ കൊടുക്കുന്നതോടുകൂടി അവസാനിച്ചിരുന്നു എങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ചിലപ്പോൾ അവസാനിക്കുന്നത് 10 മാസത്തെ ഭാരതത്തിലാണെങ്കിൽ എങ്ങനെയാ ഇതിനെയൊക്കെ സദാചാരം എന്ന് പറയുക? ഇതൊക്കെ മനുഷ്യ ബന്ധം നിലനിർത്താനുള്ളതാണെന്ന് പറയുക? വിവാഹപ്രായമായ മക്കളുള്ള അച്ഛനമ്മമാരും ഈ സെക്ഷുവൽ പ്രേമത്തിന്റെ പ്രതീകമായിട്ട് ആഘോഷിക്കുന്ന ഒരു കാഴ്ച. എനിക്ക് സന്തോഷം തോന്നിയത് ബാംഗ്ലൂരും കർണാടകത്തിലും ചില പെൺകുട്ടികള് ആൺകുട്ടികളും ഈ മദ്യ ഷോപ്പില് പകുതി ഡ്രസ്സുമായിട്ട് അഴിഞ്ഞാടുമ്പോൾ ഏതൊക്കെയോ പയ്യന്മാർ വന്ന് ശരിക്കും അടിച്ച് അവരെ ഒതുക്കി എന്ന് പറയുന്നത് കേട്ടു. ഭംഗിയായിട്ട് കേരളത്തില് ഇടതുപക്ഷ യുവജനങ്ങള് പേര് പറയാതെ, ബാനർ വെക്കാതെ, നോട്ടീസ് ഇറക്കാതെ അടിച്ചൊതുക്കിയതും 2 വർഷങ്ങൾക്ക് മുമ്പാണ്.
അതെനിക്ക് വളരെ സന്തോഷം തോന്നി. ഇടതുപക്ഷ യുവജന പ്രസ്ഥാനങ്ങളോട് ബഹുമാനവും തോന്നി. ഏതെങ്കിലും നാട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗികമായിട്ടുള്ള ആഘോഷങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഭാരതത്തിൽ കൊണ്ടുവന്ന് ഇവിടുത്തെ സമൂഹത്തിനെ ഛിദ്രവാസനകൾ വളർത്തി ആഘോഷമാക്കി ഒരു സെയിന്റ് വാലന്റൈൻ്റെ പേരിൽ ഈ തിന്മകൾ ചെയ്യുമ്പോൾ അതൊരു വലിയ ദുരാചാരത്തിൻ്റെ പ്രവാഹമാണ്. ആ ദിവസം വാലന്റൈൻസ് ഡേയിൽ ചെറുപ്പക്കാർ മദ്യപിക്കാനും അതുപോലെ ലഹരിക്ക് അടിമപ്പെടാനും റോട്ടിലൂടെ പേക്കൂത്തുകൾ നടത്താനും അത് ടി വിയിലൂടെ കാണിക്കാനും അടുത്ത തലമുറയ്ക്ക് അത് മാതൃകയാക്കാനും മാതാപിതാക്കൾക്ക് കൺട്രോളില്ലാത്ത ലെവലിലേക്ക് കുടുംബ ബന്ധം ചെന്ന് അവസാനിക്കാനും ഇല്ലാത്ത വേണ്ടാത്ത അരുതാത്ത കുറേ ആചാരങ്ങൾ എന്ന പേരിൽ ഈ വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഓർമ്മിക്കുക, ദുരാചാരങ്ങളെ സദാചാരങ്ങളാക്കലാണ്, അനാചാരങ്ങളെ സദാചാരങ്ങളാക്കലാണ്, അർത്ഥമറിയാതെ ആചരിക്കുന്ന സദാചാരങ്ങളുടെ അർത്ഥമറിയലാണ് 21ാം നൂറ്റാണ്ടിൽ ആവശ്യമെന്നിരിക്കെ അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തി മനസ്സിനും ശരീരത്തിനും കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും സസ്റ്റൈനബിൾ ആൻഡ് പെർമനൻ്റ് ആയിട്ടുള്ള നന്മകൾ വരുത്തേണ്ടവര് അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടവര് സെയിന്റ് വാലന്റൈൻ എന്ന പേരിൽ കാമശാസ്ത്രത്തിൻ്റെ വിരൂപമായ ഭാഗത്തെ വിവാഹം കഴിക്കാത്തവരും കഴിച്ചവരും ചേർത്ത് ദുരാചാരമായിട്ട് ആഘോഷിക്കുകയല്ല, അതിലങ്ങോട്ട് ത്രില്ലടിച്ച് നശിപ്പിക്കുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കല് ബുദ്ധിജീവികളുടെയും ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും മധ്യപക്ഷത്തിൻ്റെയും പത്രമാധ്യമങ്ങളുടെയും എല്ലാം ധർമ്മമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.